ആത്മീയതയെ മറയാക്കി ജീവിക്കുന്ന പല തട്ടിപ്പുകളും ക്രിമിനൽ പ്രവർത്തനവും നടത്തുന്ന ബിരുദന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ പല സ്ത്രീകളെയും വരുതിയിലാക്കിയത് ഇങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിൽ ചോദ്യം ചെയ്തപ്പോഴാണ് അന്വേഷണ സംഘത്തിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. 6 വർഷം വീതമുള്ള കൃത്യമായ ഇടവേളകളിൽ ഇരകളെ കണ്ടെത്തും. പിന്നീട് അവരുമായി സൗഹൃദം സ്ഥാപിച്ച് സ്വത്ത് തട്ടും. അയാളുടെ സൗഹൃദക്കെണിയിൽ വീണ ബിന്ദു പത്മനാഭനും ജൈനമ്മയ്ക്കും ഐഷയ്ക്കും എന്താണ് സംഭവിച്ചതെന്നറിയണം. ഓരോ ചോദ്യങ്ങളും വേഗത്തിൽ മനസ്സിലാക്കി അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും കുഴപ്പിക്കുന്നു. 2012 ശേഷം ബാങ്ക് ഇടപാടുകൾ ഒഴിവാക്കി ബിഗ് ഷോപ്പറിലാണ് സെബാസ്റ്റ്യൻ പണം കൊണ്ടുപോയിരുന്നത്. 2002 മുതലുള്ള സെബാസ്റ്റ്യൻ്റെ ദുരൂഹ ജീവിതത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മുതലുള്ള സെബാസ്റ്റ്യനെ കുറിച്ചാണ് അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചത്. അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 2012 ശേഷം സെബാസ്റ്റ്യൻ ബാങ്ക് വഴിയുള്ള പണം ഇടപാടുകൾ അവസാനിപ്പിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായി. സെബാസ്റ്റ്യൻ പണം കൊണ്ടു നടന്നിരുന്നത് ബിഗ് ഷോപ്പറിൽ. സെബാസ്റ്റ്യന് ബ്ലേഡ് ഇടപാടുകളും ഉണ്ടായിരുന്നതായി കണ്ടെത്തി. ദുരൂഹമായ കേസുകൾ ഉണ്ടായത് കൃത്യമായ ഇടവേളകളിലാണെന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നു. ഓരോ കേസും തമ്മിൽ 6 വർഷത്തെ കൃത്യമായ ഇടവേള. ഓരോ കുറ്റകൃത്യത്തിൻ്റെയും തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇടവേള എന്ന സൂചനയുണ്ട്. ഓരോ കേസ് തമ്മിലും പരസ്പര ബന്ധം ഉണ്ടെന്നും കണ്ടെത്തി. സെബാസ്റ്റ്യൻ അതിബുദ്ധിമാനായ ക്രിമിനൽ എന്ന അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമായി. ആളുകളെ നിമിഷ നേരം കൊണ്ട് പഠിക്കാൻ സമർത്ഥനാണ് പ്രതി. അന്വേഷണ ഉദ്യോഗസ്ഥരെ വരെ കൃത്യമായി പഠിച്ച ശേഷം ചോദ്യങ്ങളിൽ നിന്ന് വഴുതി മാറുന്നതാണ് രീതി. ആകർഷണീയമായ സംസാര രീതി കൊണ്ട് തന്നെ വളരെ വേഗം ആളുകളുടെ വിശ്വാസ്യത നേടുമെന്നും പോലീസ് സംഘത്തിന് ബോധ്യമായിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ഇമോഷണൽ ആകുന്നത് മകനെ ഓർത്ത് മാത്രമാണെന്ന ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. കാണാതായ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണ് സെബാസ്റ്റ്യന് വിനയായത്. ജൈനമ്മയെ കാണാതായ ശേഷം ഫോണിൽ നിന്നുണ്ടായ മിസ്ഡ് കോളുകൾ നിർണായക വഴിത്തിരിവായി. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഈരാറ്റുപേട്ടയിലെ കടയിൽ നിന്ന് ഫോൺ ചാർജ് ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചത്. കേസിൽ നിർണായകമാകുന്ന DNA പരിശോധനാ ഫലം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് 18 കോട്ടയം. കൊലപാതക